മാനവ സേവനത്തിന്റെ മൂർത്തി രൂപമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനസേവനത്തിൽ ഒരു പടി കൂടി മുന്നിൽ കടന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേര് മാറി. ഇനി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയപ്പെടുക സേവാ തീർത്ത് എന്നാകും. പൊതുസേവനത്തിന്റെ കേന്ദ്രമായും ദേശീയ മുൻഗണനകൾ രൂപപ്പെടുത്തുന്ന വേദിയായും പ്രധാനമന്ത്രി ഓഫീസിനെ ഉയർത്തിക്കാട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് സേവാ തീർത്ത് എന്ന ഈ പേരുമാറ്റം. ഇനി നന്നാകേണ്ടത് പ്രതിപക്ഷമാണെന്നാണ് പ്രധാനമന്ത്രി ഇതിനൊപ്പം സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനും പദ്ധതിയുണ്ട്. സൗത്ത് ബ്ലോക്കിലാണ് നിലവിൽ PMO പ്രവർത്തിക്കുന്നത്. വായുഭവന് സമീപം പുതിയ നിർമ്മിച്ച സേവാ തീർത്ത് 1 കെട്ടിടത്തിലേക്ക് PMO ഓഫീസ് മാറ്റും. സേവാ തീർത്ത് 2, സേവാ തീർത്ത് 3 എന്നിവ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ ഓഫീസായും പ്രവർത്തിക്കും. പൊതുജന സേവനം എന്ന സർക്കാരിൻ്റെ മുദ്രാവാക്യത്തിനനുസൃതമായി ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനുകളുടെ പേരുകളും ലോക് ഭവൻ എന്നാക്കി മാറ്റിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് 2016 ലോക് കല്യാൺ മാർഗ് എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു. സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ പേര് കർത്തവ്യ ഭവൻ എന്നുമാക്കിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേര് മാറ്റുന്നത് പോലെ പ്രതിപക്ഷത്തിലും ചില മാറ്റങ്ങൾ വേണമെന്നാണ് നരേന്ദ്രമോദിജിയുടെ അഭിപ്രായം. പ്രതിപക്ഷവും നന്നാകാനുണ്ട് ഇനിയും. പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ വിഷാദത്തിൽ നിന്നും കരകയറി തങ്ങളുടെ കടമ നിറവേറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് അഭ്യർത്ഥിച്ചത്. പാർലമെന്റ് സമ്മേളനം വെറുമൊരു ആചാരമല്ലെന്നും നാടകം കളിക്കാനുള്ള വേദിയല്ലെന്നും രാജ്യത്തിന്റെ വികസനം ശക്തിപ്പെടുത്താനുള്ള അവസരമാണെന്നും പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചിരുന്നു. സമ്മേളനത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്കുള്ള വേദിയേക്ക് മാറ്റരുതെന്നും മറിച്ച് സൃഷ്ടിപരമായ സംവാദത്തിനുള്ള വേദിയാക്കണമെന്നും അദ്ദേഹം പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. നാടകവും മുദ്രാവാക്യവും മുഴക്കാൻ നിരവധി സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ നിങ്ങളത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പരാജയപ്പെടാൻ പോകുന്നിടത്ത് വീണ്ടും അത് ചെയ്യും. കഴിഞ്ഞ 10 വർഷമായി നിങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന നാടകം ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. ഇനിയെങ്കിലും തന്ത്രം മാറ്റണം. ആവശ്യമെങ്കിൽ കുറച്ച് നുറുങ്ങുകൾ ഞാൻ പറഞ്ഞു തരാമെന്നും കഴിഞ്ഞ ദിവസങ്ങളിലെ സഭയിലെ പ്രതിപക്ഷത്തിൻ്റെ നാടകീയമായ ചില നീക്കങ്ങളെ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി മാറുന്നില്ല, പക്ഷേ പ്രധാനമന്ത്രി ഓഫീസ് അല്പം കൂടി മികച്ചതാകുന്നു, ജനസേവന ഇടമായി മാറുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ മനസ്സും പ്രവൃത്തിയും ഒക്കെ ഇനിയും ഏറെ മാറേണ്ടതുണ്ട് എന്നാണ് നരേന്ദ്രമോദിജിയുടെ അഭിപ്രായം.